ജനങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ ആദ്യം പറയണമെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. ഒരു മീഡിയനെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നിന്ന് ചാടി ചവിട്ട തട്ടി മാറ്റ, ഇതാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രിന്റെ രീതി. തീർച്ചയായിട്ടും UDF വരും. തോന്നുന്നില്ല, അത് കൊണ്ടുവരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ മറ്റേ അവരുടെ ഗ്രൂപ്പ് അങ്ങനെയാണ്. സ്വന്തക്കാരൊക്കെ ഇതിലേക്കൊക്കെ ജോലിയിലേക്ക് കയറ്റാനൊക്കെ ഉള്ള കുറെ വ്യഗ്രതകൾ കാണിച്ച് ഒന്നാം ഭരണസമിതി ഒന്നും പറയാനില്ല. രണ്ടാം ഭരണസമിതി നല്ല മോശം. മൊത്തം നല്ലതാന്ന് പറയുന്നില്ല, തെറ്റുകൾ അവിടുന്ന് നികത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരാണ്? വി.ഡി. സതീശനാണ്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ? വി.ഡി. സതീശൻ ഇപ്പം കേരള നിയമസഭയിൽ വെറുപ്പിക്കുന്നൊരു മനുഷ്യൻ ഇപ്പം ഇന്ന് വി.ഡി. സതീശനാണ്. പിണറായി എന്ന് പറയുന്ന നമ്മൾ കേരള മുഖ്യമന്ത്രി ഫസ്റ്റിൽ 5 വർഷമൊക്കെ അടിപൊളിയായിട്ട് ഭരണം നല്ല നിലയിൽ കാഴ്ചവെച്ച്, പിന്നെ ആളിപ്പോൾ വെറും പ്രതിമയാണ്. ഒരു മീഡിയനെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നിന്ന് ചാടി ചവിട്ട തട്ടി മാറ്റ, ഇതാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രിന്റെ രീതി. അത് നമ്മൾ കണ്ടു നിൽക്കുന്ന നമ്മൾ പ്രവർത്തകർ നോക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു അഭിപ്രായമല്ല മുഖ്യമന്ത്രി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതാണ് എനിക്കിപ്പം പറയാനുള്ളത്. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ്? കെ. മുരളീധരൻ. കെ. മുരളീധരൻ. എന്തുകൊണ്ടാണ്? നല്ല പ്രഗത്ഭനായ കഴിവുറ്റ നേതാവാണ്. എല്ലാ തലത്തിലും, മാത്രമല്ല കേരളത്തിലെ എല്ലാ ബൂത്ത് തലത്തിലും പിന്നെ പ്രവർത്തകരുള്ള ഒരു നേതാവാണ് കെ. മുരളീധരൻ. പിണറായി വിജയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കെ. മുരളീധരനെ ചൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇപ്പൊ തിരുത്തൽ നടപടികളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? തിരുത്തൽ വന്നാലും നോക്കാം, കാണാം. നടക്കും തോന്നുന്നുണ്ടോ? പ്രയാസ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM കൊണ്ടുപോവോ അതോ? ഒരിക്കലും ഇല്ല. തീർച്ചയായിട്ടും UDF വരും. യോഗ്യത ഉള്ളതെന്ന് ഇപ്പോഴത്തെ എന്താണെങ്കിലും നമുക്ക് ഷാഫി പറമ്പിലിനെ വിശ്വസിക്കാം. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ തെരഞ്ഞെടുക്കാൻ കാരണം? എല്ലാ കാര്യങ്ങൾ കൊണ്ടും. ഒന്ന്, ഒരാളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം തികഞ്ഞ ഒരാൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ഞാൻ കാണുന്നതിൽ ഷാഫി പറമ്പിൽ. പിണറായി വിജയനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിന് എന്താണ് മികച്ചു നിൽക്കാൻ? ചിരിക്കാൻ അറിയില്ല, അത്രേ ഉള്ളൂ. ജനങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ ആദ്യം പറയണമെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രവർത്തനം. ടീച്ചർ ഇനി മന്ത്രിസഭയിലേക്കൊക്കെ വരും തോന്നുന്നില്ല, അത് കൊണ്ടുവരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ മറ്റേ അവരുടെ ഗ്രൂപ്പ് അങ്ങനെയാണ്, അതുകൊണ്ട് കൊണ്ടുവരില്ല അത് കൊണ്ടുവരില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇനിയിപ്പോ കൊണ്ടുവന്നാൽ ഇപ്പോ ഉള്ളതിൽ നല്ലൊരു നേതാവ് അവർ തന്നെയാണ്. അവരുടെ തോൽവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഇപ്പോഴത്തെ മന്ത്രിസഭന്റെ തെറ്റെന്നുള്ളതന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ആരാണെന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. അങ്ങനെയല്ല, അതായത് ഇപ്പോഴത്തെ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണം വളരെ മോശമാണ്. പിണറായി സഖാവിൻ്റെ ഇപ്പോൾ രണ്ടാമതുള്ള ഈ തുടർ ഭരണം വളരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ഇതിൽ കൂടി ഒരു ബുദ്ധിമുട്ടില്ല. അമ്മാതിരി ഇതായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് കെട്ടാണ്. പക്ഷേ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെയും ഭരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയുന്നില്ല. ഈ തുടർ ഭരണം വളരെ മോശമാണെന്നുള്ളതാണ്. ഏത് ഭരണമാണെങ്കിലും ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്ത രീതിക്ക് കൂടെ നല്ല രീതിക്ക് ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് രാഷ്ട്രീയം ഏതായിക്കോട്ടെ പ്രശ്നമല്ല. അതെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. വി.ഡി. സതീശൻ അയാൾ ഒട്ടേറെ കാര്യങ്ങൾ നിയമസഭയിൽ ചോദിക്കുകയും പല കാര്യങ്ങളും അയാളെ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയായിട്ട് ഫസ്റ്റ് ആദ്യത്തെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ പിന്നെ സ്വന്തക്കാരൊക്കെ ഇതിലേക്കൊക്കെ ജോലിയിലേക്ക് കയറ്റാനൊക്കെ ഉള്ള കുറെ വ്യഗ്രതകൾ കാണിച്ച് വെറും രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് തോന്നുന്നത്. ജനങ്ങളുടെ സമീപനം മുഖ്യമന്ത്രിന്റെ എങ്ങനെയാണ് നോക്കുന്നത്? ജനങ്ങളുടെ സമീപനവും ഒറ്റടി എങ്ങനെയാ പറയാ, അതായത് ഇപ്പോൾ കുറച്ച് മോശമായിട്ടാണ് തോന്നുന്നത്. മാധ്യമങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്നാം ഭരണസമിതി ഒന്നും പറയാനില്ല. രണ്ടാം ഭരണസമിതി നല്ല മോശം. തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോ? സ്വീകരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. തിരിച്ചു വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് നല്ല കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത് നമ്മുടെ ഏത് രാഷ്ട്രീയത്തിനായാലും
ജനങ്ങൾക്ക് ഭരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരാളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ, അതിൽ ആര് ജയിക്കുന്നു, പാർട്ടി ജയിക്കുന്നു, അതിൽ നല്ലൊരു നേതാവ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ അവർ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കണം. ആര് വരണമെന്ന ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിണറായി വിജയൻ സാറിൻ്റെ പേര് തന്നെ പറയുന്നത്. കാരണം ശക്തമായിട്ടുള്ളൊരു ധൈര്യമുള്ളൊരു രാഷ്ട്രീയ നേതാവായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ അപ്പോസിഷനായിട്ട് നല്ലൊരു ലീഡർ ഞാൻ കണ്ടിട്ടില്ല. വന്നു കഴിഞ്ഞാൽ കൊള്ളാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ ബാക്കി കാര്യം. പിണറായി വിജയന്റെ ഭരണത്തോട് എന്താണ് സമീപനം? കുഴപ്പമില്ല പറയാൻ, ഒരു ആവറേജിന് അത്രേ പറയാൻ പറ്റൂ. മൊത്തം നല്ലതെന്ന് പറയുന്നില്ല, തെറ്റുകൾ അവിടുന്ന് സംഭവിക്കുന്നുണ്ട്. നികത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം നമുക്ക്. അടുത്ത മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാരായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ ഒരിക്കലും പാർട്ടി പറയില്ല, നമ്മ അന്നപ്പേ പറയും. ഇടതുപക്ഷ സർക്കാർ തന്നെയായിരിക്കും അടുത്ത തിരഞ്ഞെടുക്കപ്പെടുക. അതിലിപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പാർട്ടിയെ തീരുമാനിക്കുക. അന്നേരം ആരോ ആണോ പാർട്ടി തീരുമാനിക്കുന്ന ആളായിരിക്കും അന്നേരം മുഖ്യമന്ത്രി. പിന്നെ ഇടതുപക്ഷ സർക്കാരിൽ ഏറ്റവും മുഖ്യമന്ത്രി യോഗ്യതയെന്നും ചേട്ടന് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് അങ്ങനത്തെ ഒരു തീരുമാനമില്ല. അന്നേരം അതിന്റെ തീരുമാനം എടുക്കും. അല്ലാതെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല.